മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF എംപിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ എത്തി. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇത്രയും വിവാദപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിധി കൽപ്പിക്കുക അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറയുന്നത് തന്നെ ആസൂത്രിതമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ വേട്ടയുടെ തുടർച്ചയാണ് എന്ന് വേണം വിലയിരുത്താൻ. ആസൂത്രിതമായിട്ടുള്ള നടപടിയല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക? ഞങ്ങൾ വന്നത് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കന്യാസ്ത്രീകളുടെ അവരെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് എത്രയും വേഗം ഇവരെ ജയിൽ മോചിതരാക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീമാരെ കാണണമെങ്കിൽ അവിടെ പോയി കാണും. അതിനുശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായും അതുപോലെ മറ്റുള്ളവരുമായി ബന്ധപ്പെടും. അതിനുശേഷം ഞങ്ങൾ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘവും റായ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡാണ്, ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നീതിപൂർണമായി ഒരു ഇടപെടൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. കാരണം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് അതും പറഞ്ഞിട്ടുണ്ട്, അതായത് അന്വേഷണം പുരോഗമിക്കുകയാണ്, കോടതിയിലാണ് വിഷയമുള്ളത്. അതുകൊണ്ട് തന്നെയും ഈ വിഷയത്തിൽ നീതിപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെയും എങ്ങനെയാണ് നിയമം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റും.